മഹാനായ ഇമാം അബുൽ ലൈസ് സമർഖന്ദി എന്ന് പറയുന്ന വലിയ മഹാൻ അവരുടെ തൻബീഹുൽ ഗാഫിലീൻ എന്ന പ്രസിദ്ധമായൊരു ഗ്രന്ഥത്തിൽ നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് മഹാനവറുകൾ ചെറിയൊരു കഥയുടെ രൂപത്തിൽ ചെറിയൊരു സാങ്കല്പികമായ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഒരു ദ്വീപിലിങ്ങനെ താമസിക്കുകയാണ്. ഒരു മനുഷ്യൻ ചെറിയൊരു ദ്വീപിൽ താമസിക്കുന്നു. ആ മനുഷ്യന് 3 കൂട്ടുകാരാണുള്ളത്. ഈ 3 കൂട്ടുകാരും അദ്ദേഹത്തോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ആ 3 ആളുകളോടും പെരുമാറുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒന്നാമത്തെ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ വലിയ പരിഗണനയും ഇദ്ദേഹത്തോടൊപ്പം എപ്പോഴും കൂടെയുണ്ടാവുകയും ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുന്ന ആളാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ കൂട്ടുകാരനാകട്ടെ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും എപ്പോഴും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരനാണ് രണ്ടാമത്തെ ആൾ. ഇനി മൂന്നാമത്തെ കൂട്ടുകാരനാകട്ടെ ഈ മനുഷ്യനോട് വല്ലപ്പോഴും ബന്ധപ്പെടുന്ന, നിരന്തരം കാണാത്ത, നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാത്ത, വല്ലപ്പോഴും കണ്ടാലായി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ. ഇങ്ങനെ ഈ 3 കൂട്ടുകാരുടെ ചരിത്രമാണ്, ഈ സംഭവം സാങ്കല്പിക സംഭവമാണ് മഹാനായ ഇമാം അബുൽ ലൈസ് അസ്സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ദ്വീപിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. ഇനി ഈ ദ്വീപിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ളൊരു യാത്ര. ആ യാത്ര പോകുന്ന സമയത്ത് ഇദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും കൂട്ടുകൂടി നടക്കുന്ന, എപ്പോഴും കൂടെയുണ്ടാകുന്ന ഈ കൂട്ടുകാരൻ്റെ അടുക്കൽ പോയി മനുഷ്യൻ യാത്ര പറയുന്നുണ്ട്. യാത്ര പറയുമ്പോൾ, ഞാൻ ഇന്ന ദ്വീപിലേക്ക് ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോവുകയാണ്, ഇനി ഒരിക്കലും ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരാനോ നമുക്ക് കണ്ടുമുട്ടാനോ കഴിയില്ല എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ, ഒന്നാമത്തെ ഏറ്റവും അടുപ്പമുള്ള ആൾ പറയുന്ന മറുപടി, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതിന് എന്നോടെന്തിനാ ചോദിക്കുന്നത്, എന്നോടെന്തിനാ പറയുന്നത്, നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാമല്ലോ. ഈ മനുഷ്യന് വല്ലാത്ത സങ്കടമായി. ഈ മനുഷ്യൻ ഇതേ വാർത്തയും കൊണ്ട് രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് പോവുകയാണ്. വല്ലപ്പോഴും കാണും, സംസാരിക്കും, പക്ഷെ എപ്പോഴും കൂടെയില്ലാത്ത ആളാണ്. ആ രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെന്ന് ഈ മനുഷ്യൻ ഈ ഒരു വാർത്ത പറയുന്നുണ്ട്, ഇനി ഒരിക്കലും മടക്കയാത്ര ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. ആ സമയത്ത് രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നത്, നമ്മൾ തമ്മിൽ വല്ലപ്പോഴൊക്കെ കാണുമെങ്കിലും വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും ശരി, ഞാൻ നിങ്ങളെ റെയിൽവേ സ്റ്റേഷൻ വരെ അല്ലെങ്കിൽ എയർപോർട്ട് വരെ നിങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങളെ യാത്രയക്കാൻ ഞാൻ തയ്യാറാണ്. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. എന്നോട് ഏറ്റവും അടുപ്പമുള്ള, എന്നോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ സങ്കടവും കൊണ്ട് മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ കൂട്ടുകാരനാരാ? ഈ മനുഷ്യനോട് തീരെ ബന്ധമില്ലാത്ത, വല്ലപ്പോഴും ഒരിക്കലൊക്കെ കാണുന്ന, ഈ മനുഷ്യനോട് തീരെ ബന്ധപ്പെട്ടിട്ടില്ലാത്ത, തീരെ പരിഗണിക്കാത്ത മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇതേ വാർത്ത പറയുകയാണ്. ഞാൻ മടക്കമില്ലാത്തൊരു യാത്രയിലേക്ക് ഈ ദ്വീപിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് യാത്ര പറയുമ്പോൾ മൂന്നാമത്തെ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നനയിക്കുകയാണ്. എന്താണെന്നറിയുമോ? നമ്മൾ തമ്മിൽ തീരെ ബന്ധമില്ലെങ്കിലും, നിങ്ങൾ എന്നെ എപ്പോഴും അവഗണിക്കുകയാണെങ്കിലും, നിങ്ങൾ എന്നോട് തീരെ പരിഗണിക്കാത്ത രീതിയിൽ എന്നെ അവഗണിച്ച് അവോയ്ഡ് ചെയ്ത് നടക്കുകയാണെങ്കിലും ശരി, നിങ്ങൾ ഏത് യാത്രയ്ക്ക് പോവുകയാണെങ്കിലും, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിലും നിങ്ങളോടൊപ്പം കൂടെ വരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ നാം ഇന്നും പാരായണം ചെയ്ത, എല്ലാ ആഴ്ചയിലും ഓരോ മുഅ്മിനും പാരായണം ചെയ്യേണ്ടിയിരുന്ന വിശുദ്ധമായ ഖുർആൻ അൽ കഹ്ഫ് സൂറത്തിൻ്റെ
ആ ഒരു ആയത്ത് അങ്ങ് ഓതുകയാണ്. അൽ മാലു വൽ ബനൂൻ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബഖിയാത്തുസ് സ്വാലിഹാത്ത്. മഹാനവറുകൾ ഈ ആയത്തങ്ങ് ഓതിയിട്ട് ഓരോ കൂട്ടുകാരനെയും വിശദീകരിക്കുകയാണ്. നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളയാളില്ലേ, നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള, നിങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ആളില്ലേ, ആളുടെ ഉദാഹരണം എന്ന് പറയുന്നത് അൽമാൽ. ഒന്നാമത്തെ കൂട്ടുകാരൻ നിങ്ങളുടെ സമ്പത്താണ്. ആ സമ്പത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. ആ സമ്പത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ സമ്പത്തിനെ നിങ്ങൾ എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ സമ്പത്തിന് വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ട് നടന്ന കൂട്ടുകാരന് തന്നെ നിങ്ങൾ ഈ ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന ആ യാത്ര എന്ന് പറയുന്നത് അത് മരണമാണ്. ആ മരണയാത്ര പോകുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ സമ്പത്തിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ സമ്പത്ത് പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷേ നിങ്ങളോട് കൂടെ വരാൻ എനിക്ക് സാധ്യമല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്ത് കൊണ്ട്, അവൻ്റെ സമ്പാദ്യം കൊണ്ട്, അവൻ ഒരു കൂട്ടി വെച്ച പൈസ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി രണ്ടാമത്തെ കൂട്ടുകാരനെ പറ്റി മഹാനവറുകൾ പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുകയാണ്. വൽബനൂൻ, രണ്ടാമത്തെ ആൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളുമാണ്. അവർക്ക് അവരോട് വല്ലാത്ത ബന്ധമാണ്. എപ്പോഴും കൂടെയുണ്ടാകുന്ന, എപ്പോഴും കാണുന്ന, നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. അങ്ങനെയുള്ള രണ്ടാമത്തെ കൂട്ടുകാരനും നിങ്ങൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം വരാൻ തയ്യാറല്ലെങ്കിലും റെയിൽവേ സ്റ്റേഷൻ വരെ വരാമെന്ന് പറഞ്ഞതുപോലെ ഖബറാകുന്ന ആ മണ്ണറയ്ക്ക് അരികെ വരെ നിന്റെ മക്കൾ വരും. ആ ഖബറാകുന്ന മണ്ണറയ്ക്ക് സമീപം വരെ നിന്റെ മാതാപിതാക്കൾ വരും. നിന്റെ മക്കളും നിന്റെ കുടുംബവും വന്നിട്ട് അവിടെ മണ്ണ് വാരിയിട്ടിട്ട് നിന്നെ കഫൻ ചെയ്ത് നിന്നെ മറമാടിയിട്ട് അവരും തിരിച്ചു പോരും. അതാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ ഉദാഹരണം പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കൂട്ടുകാരന് തീരെ ബന്ധമില്ല, എപ്പോഴും കാണുന്നില്ല, തീരെ സഹവാസമില്ല. അങ്ങനെയുള്ള കൂട്ടുകാരൻ ആരാണ്? വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. നീ ചെയ്യുന്ന നല്ല സൽക്കർമ്മങ്ങൾ, നാം ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അള്ളാഹു തആലയ്ക്ക് സ്വീകാര്യമായ അമലുകൾ, ആ അമലുകൾ നിന്നോടൊപ്പം ഉണ്ടാകും. ഖബറിൽ ചെല്ലുമ്പോൾ നിന്റെ കൂടെ ആ അമലുകൾ ഉണ്ടാകും. ആഖിറമാകുന്ന ജീവിതത്തിലെ അനന്തമായി പരന്നു കിടക്കുന്ന ആ പ്രയാണത്തിൽ നിന്നോടൊപ്പം നിന്റെ അമലുകൾ മാത്രമാണ് കൂടെയുണ്ടാവുക. മൂന്നാമത്തെ ആളിൻ്റെ ആ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് യാത്രാ വിവരം പറഞ്ഞപ്പോൾ നീ എവിടെ പോവുകയാണെങ്കിലും നിന്നോടൊപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞത് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങൾ ഒരുക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ജീവിതം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യത്ബഉൽ മയ്യിത സലാസ, 3 കാര്യങ്ങൾ ഒരു മയ്യത്തിനെ പിന്തുടരും. 3 കാര്യങ്ങൾ ഒരു മയ്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കും. ഫയർജിഉ ഇസ്നാനി വയബ്ഖാ മഅഹു വാഹിദ്, 2 ആളുകൾ 2 കാര്യങ്ങൾ ആ മയ്യത്ത് പോകുന്ന വഴിയെ തിരിച്ചു വരും. വയബ്ഖാ വാഹിദ്, ഒരെണ്ണം മാത്രം ആ മയ്യത്തിനോടൊപ്പം സഞ്ചരിച്ച് അവൻ എവിടെയാണോ പോകുന്നത് അവിടേക്കെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു. അവൻ്റെ സമ്പത്ത്, അവൻ്റെ മക്കൾ, അവൻ്റെ കുടുംബങ്ങൾ എല്ലാം അവനോടൊപ്പം സഞ്ചരിച്ചിട്ട് യത്ബഉഹു ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവൻ്റെ ആ സമ്പത്തും അവൻ്റെ മറ്റു അലങ്കാരങ്ങളാകുന്ന ദുനിയാവിൻ്റെ അലങ്കാരങ്ങളാകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നിന്നും തിരിച്ചുപോരും. വയബ്ഖ അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം അവനോടൊപ്പം അവശേഷിച്ചുകൊണ്ട് യാത്രയാകും. മുഅ്മിനീങ്ങളെ, ഈ ഒരു ആയത്ത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് സൂറത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമാണിത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. നിന്റെ സമ്പത്തുണ്ടല്ലോ, നിന്റെ ബാങ്ക് ബാലൻസുകൾ ഉണ്ടല്ലോ, നമ്മുടെ മക്കളുണ്ടല്ലോ, എല്ലാം തന്നെ സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് പൈസയുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന മനുഷ്യ, നിന്റെ മരണത്തോടുകൂടെ അതെല്ലാം അവസാനിച്ചു പോകും. അതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. എല്ലാം അവിടെ ഹോൾഡ് ചെയ്യപ്പെട്ടിട്ട് നീ ഒറ്റയ്ക്ക് പോകേണ്ടവനാണ്. ഈ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളിൽ നമ്മൾ അഹങ്കരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന സൂറത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട അല്ലാഹു തആലയുടെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സെൻറ്റർ ഭാഗത്തുള്ള വിശുദ്ധമായ സൂറത്താണ് അൽ കഹ്ഫ് എന്ന് പറയുന്നത്. ആ സൂറത്ത് എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ ആഴ്ചയിലും പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഒരു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ സൂറത്തുൽ കഹ്ഫ് 2 വെള്ളിയാഴ്ചകൾക്കിടയിൽ അവനൊരു പ്രകാശമായി ശോഭിക്കുന്നതാണ്. അവനൊരു പ്രകാശമായി ആ സൂറത്തുൽ കഹ്ഫ് അവനോടൊപ്പം ഉണ്ടാകുന്നതാണ്. ഒരു വ്യാഴാഴ്ച മഗ്രിബ് മുതൽ മറ്റ് പിറ്റേ ദിവസമുള്ള വെള്ളിയാഴ്ച മഗ്രിബ് വരെയുള്ള സമയം, ആ ഒരു വെള്ളിയാഴ്ച രാത്രിയിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകല് അവസാനിക്കുന്ന സമയം വരെ വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ സമയമാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നത് ഒരു ദിവസം 3 അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യണം എന്നാണ്. എന്നാൽ നമ്മുടെ തിരക്കുകളും മറ്റെല്ലാം മാനിച്ചുകൊണ്ട് ഒരു വട്ടമെങ്കിലും ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ്റെ അടുത്ത വെള്ളിയാഴ്ച വരെ അവനൊരു പ്രകാശമായിട്ട്, ഒരു പ്രഭയായിട്ട് അവൻ്റെ മുഖത്തും അവൻ പോകുന്ന ഇടങ്ങളിലെല്ലാം വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. അല്ലാഹു തആലയുടെ കലാമാണ്, അല്ലാഹു തആലയുടെ സംസാരങ്ങളാണ്. ആ സംസാരങ്ങളിൽ പ്രധാനപ്പെട്ട സംസാരങ്ങളിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, രണ്ടാമതായിട്ട് മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ദജ്ജാലിൽ നിന്നുള്ള രക്ഷയാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്. ഈ ലോകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാൽ. ആ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് സൂറത്തുൽ കഹ്ഫാണ്. ഒരു വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് ദജ്ജാലിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകമായ രക്ഷ നൽകുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 വാക്കുകൾ, 10 ആയത്തുകൾ ഒരാൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ അവൻ തീർച്ചയായും ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്ന് സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. 2 നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തേത്, ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഈ വെള്ളിയാഴ്ച പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അവൻ്റെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല എല്ലാം പുറത്തു കൊടുക്കുമെന്നാണ്. മനുഷ്യ സഹജമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾ അല്ലാഹു തആല ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ്? ഇവിടെ കഹ്ഫ് സൂറത്ത് എന്ന് പറയുന്നൊരു വലിയ സംഗതി നാം ഓതി വെച്ചിട്ടുള്ളത് കൊണ്ട്.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചെറിയ ചെറിയ തെറ്റുകൾ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിൽ നിന്ന് സംഭവിച്ചു പോയാൽ തന്നെ അല്ലാഹു തആല അതെല്ലാം അവർക്ക് പുറത്തു കൊടുക്കും. എന്തുകൊണ്ട്? സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വം കൊണ്ട്. നമ്മുടെ ചെറിയ ചെറിയ വീഴ്ചകളും, നമ്മളുടെ അറിയാതെ വരുന്ന നോട്ടങ്ങളും, അറിയാതെ വരുന്ന പറച്ചിലുകളും, നമ്മുടെ കേൾവികളും, അതുപോലെ തന്നെ നമ്മുടെ മറ്റു ചെയ്തികളും പൊറുക്കപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് ഒരു കാരണമാകുമെന്നാണ്. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയവർ ആരൊക്കെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ശരീരത്തോട് തന്നെ, നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹു തആല നമുക്ക് ഇത്രയൊക്കെ മഹത്വം തന്നൊരു സൂറത്ത് നമുക്ക് എന്തുകൊണ്ട് ഓതാൻ സാധിക്കുന്നില്ല? പഠിക്കാൻ അറിയാത്തവർ പഠിക്കുകയും പഠിച്ചത് പ്രാവർത്തികമാക്കാനും അല്ലാഹു തആല നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു ഗുണവും കൂടിയുണ്ട്. ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് ഒരാൾ ഈ വെള്ളിയാഴ്ച ഓതിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് കിട്ടുന്ന വല്ലാത്തൊരു സമാധാനമുണ്ട്, അവന് കിട്ടുന്നൊരു സക്കീനത്തുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, സൂറത്തുൽ കഹ്ഫ് ഒരാൾ അവൻ്റെ വീട്ടിലിരുന്ന് കൊണ്ടൊരു വെള്ളിയാഴ്ച ദിവസം ഓതുകയാണ്. അങ്ങനെ ഓതുന്ന സമയത്ത് പ്രത്യേകമായ റഹ്മത്തിൻ്റെ മലക്കുകൾ അവൻ്റെ വീടുകളിലേക്ക് ഇറങ്ങും. അയാളുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് അവൻ്റെ കച്ചവട സ്ഥാപനമായ ആ കടയിലിരുന്ന് ഓതുകയാണ്. വെള്ളിയാഴ്ച ദിവസം കഹ്ഫ് സൂറത്ത് ഓതുന്നതിലൂടെ അവൻ്റെ കച്ചവട സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും. അവൻ കൂട്ടുകുടുംബക്കാരുടെ ഇടയിലിരുന്ന്, അവൻ്റെ മക്കൾക്ക് സമീപമിരുന്ന് അവൻ്റെ റൂമിലിരുന്ന് ഓതുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ സാന്നിധ്യം ആ വീട്ടിലും ആ റൂമിലും അവൻ്റെ മക്കളിലും ഭാര്യയിലും ഉണ്ടാകും. അങ്ങനെ വല്ലാത്തൊരു സമാധാനവും ശാന്തിയും അല്ലാഹു തആല ഇറക്കാൻ ഉദ്ദേശിക്കുന്ന വല്ലാത്തൊരു മഹത്വമുള്ള സംഗതിയാണ് സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത്. നമുക്കറിയാമല്ലോ, സൂറത്തുൽ കഹ്ഫിൻ്റെ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, സൂറത്തുൽ കഹ്ഫ് പറയുന്നൊരു കഥയുണ്ട്, വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത് ഒരു ഗുഹയാണ്. ഗുഹയ്ക്ക് പറയുന്ന പേരാണ് അൽ കഹ്ഫ് എന്നുള്ളത്. മുൻകാലത്ത് 7 ആളുകൾ അള്ളാഹുവിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ ഒരുമിച്ച് കൂടുകയും അവിടെ ഒരുപാട് കാലം താമസിക്കുകയും ചെയ്തു. ആ ചരിത്രം പറയുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത്. അതുകൊണ്ട് ആ ഗുഹയ്ക്കുള്ളിൽ ആ മനുഷ്യന്മാർക്ക് കിട്ടിയ ശാന്തിയും സമാധാനവും അതേപോലെ തന്നെ അത് ഓതുന്ന ഇടങ്ങളിലും ഇറങ്ങുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തു കൂട്ടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഞാൻ എന്തായാലും സൂറത്തുൽ കഹ്ഫ് ഓതിയിരിക്കും. അറിയില്ലെങ്കിൽ വായിച്ച് പഠിച്ചിട്ടെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിലുള്ള യൂട്യൂബ് നോക്കിയിട്ടെങ്കിലും ഞാൻ ഓതാൻ പഠിച്ചിരിക്കും. ഇത്രയേറെ ഗുണങ്ങൾ നമുക്ക് അല്ലാഹു തആല സംവിധാനം ചെയ്തൊരു സംഗതി നമ്മൾ എന്തിനാ വെറുതെ സമയം പാഴാക്കിയിട്ട് കളയുന്നത്? അല്ലാഹു തആല ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അപകടങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ആഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത്, തൊട്ടടുത്ത നമ്മുടെ ജില്ലയിൽ തന്നെ വലിയൊരു പടക്കശാലയ്ക്ക് തീപിടിച്ച് വലിയ അപകടം സംഭവിച്ചു. നമ്മൾ മൊബൈൽ ഫോണിലൂടെ കണ്ടതായിരിക്കും. അവിടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പറക്കിയെടുക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞത്, ചിലരുടെ തലച്ചോറ് തന്നെ ഉരുകിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാലെവിടെ കൈയെവിടെ പൊള്ളിപ്പോയിരിക്കുന്ന ഒരുപാട് അവയവങ്ങൾ ആ സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു എന്നെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഈ ഒരാഴ്ചയിലൂടെ നമ്മൾ കേട്ടു. വാൽപ്പാറയിൽ ഒരു സംഘം സഞ്ചരിച്ച ആ വാഹനം മറിഞ്ഞുകൊണ്ട് വല്ലാത്തൊരു അപകടം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പടക്കശാലയിൽ അപകടം, ഇസ്രായേലിൻ്റെ വല്ലാത്ത യുദ്ധത്തിൻ്റെ അപകടങ്ങൾ. അങ്ങനെയെല്ലാം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഈ മുസ്ലിമീങ്ങൾക്ക്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ഇങ്ങനെ അപകടങ്ങൾ നിരന്തരം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ അതിന് വ്യക്തമായൊരു മറുപടി നൽകുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഫീ കബദ്, കബദിലാണ്.
കബദ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രയാസങ്ങളിലാണ്. മനുഷ്യന്മാരെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് പ്രയാസങ്ങളിലൂടെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുമ്പോൾ ഈ പ്രയാസങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അന്ത്യവും അതിനൊരു സുന്ദരമായ ഒരു ക്ലൈമാക്സും വേണമല്ലോ. ആ ക്ലൈമാക്സ് ആണ് സ്വർഗം എന്ന് പറയുന്നത്. വലയബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാൽ വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നത് നിങ്ങൾക്കൊരുപാട് പ്രയാസങ്ങൾ വരാം, ഒരുപാട് ദുരിതങ്ങൾ വരാം. അതിലെല്ലാം ക്ഷമിക്കുന്നവർക്ക് മുഹമ്മദ് നബിയെ തങ്ങൾ എന്തു ചെയ്യണം? സന്തോഷത്തിൻ്റെ വാർത്ത അറിയിച്ചു കൊടുക്കണേ എന്നാണ്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളാരും യുക്തിവാദികളെ പോലെ നിരീശ്വരവാദികളെ പോലെ ചിന്തിച്ചു പോകാൻ പാടില്ല. അള്ളാഹു എന്തിനാണ് നമുക്ക് ഇത്രയും പ്രയാസങ്ങൾ തരുന്നത് എന്ന്. ഈ ലോകത്ത് പറഞ്ഞിട്ടുള്ളതാണ് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും, അതിലെല്ലാം ക്ഷമിച്ചോ, അതിലെല്ലാം നിങ്ങൾ സഹിച്ചു നിന്നോ, നിങ്ങൾക്കുള്ള സ്വർഗം അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വിശദീകരിക്കാൻ സമയമില്ല, അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കമ്മിറ്റിയുടെ وأشهد أن لا إله إلا الله وحده لا شريك له العزيز الوهاب وأشهد أن سيدنا محمدا عبده ورسوله المؤيد بالفضل الخطاب صلى الله وسلم على سيدنا محمد وعلى آله وأصحابه صلاة وسلاما دائمين متنازلين ما دام الشيوخ والشباب. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله وافعلوا ما أمركم الله وانتهوا عما نهاكم الله. لا تستحبوا الحياة الدنيا عن الآخرة فإن الدنيا جيفة وكلابها كلاب. واتركوا الدنيا دنية والله عنده حسن مآب. ولا تغتروا بالدنيا مع علمكم بأنها سريع الانقلاب. وحاسبوا نفوسكم قبل أن تحاسبوا فإن الله تعالى سريع الحساب. يحاسبكم الله وهو أعلم بحالكم وعنده أم الكتاب. وإياكم أن تقعوا في الغيبة وامنعوا عنها إخوانكم فإن الساكت شريك المغتاب. فمن اغتاب أو سمعها بعث يوم القيامة مخذولا وكان مآبه شر مآب. ومن يتعد حدود الله فأولئك من أهل العذاب. وتوبوا إلى الله وخافوا عقابه فإن الله غافر الذنب وقابل التوبة شديد العقاب. عباد الله ما هذه الغفلة وقد نهركم الناهر وهو الشيب بعد الشباب. واسألوا الله النجاة من العذاب وتجهزوا قبل أن ينادي المنادي هلموا عباد الله ليوم الحساب. وتدبروا قبل أن يواليكم التراب. وخافوا الله وهو مطلع عليكم ليس بينه وبينكم حجاب. قال النبي صلى الله عليه وسلم موضع صوت في الجنة خير من الدنيا وما فيها. جعلنا الله وإياكم من الفائزين الآمنين وأدخلنا وإياكم في عباده الصالحين. إن أحسن قصص المؤمنين كلام الله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور.
صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بالآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن سيدنا محمدا عبده ورسوله أشرف مولود. وصلى الله وسلم على سيدنا محمد وعلى آله ما سبح ملكه في سجود. أما بعد، فيا أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه، وأيها بالمؤمنين من بريته. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يديه العصبة ونبع من بين أصابعه الماء. اللهم ارض عن أشرف الخلفاء الراشدين وأفضل الأمراء المرشدين، وهو الإمام الشفيق أفضل البشر بعد الأنبياء على التحقيق، أمير المؤمنين أبو بكر الصديق. اللهم ارض عن الإمام المعظم في الأصحاب منور المسجد والمنبر والمحراب، أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأخدان حبيب الرحمن جامع القرآن أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب إمام المشارق والمغارب أمير المؤمنين علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا وأساتذتنا من النار. اللهم لا تشمي خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. أستغفر الله العظيم لي ولكم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.